ന്യൂസ് ക്യാൻ മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്തെ മുൻഗണനാ റേഷൻ കാർഡ് ഉടമകൾക്ക് 2024 ഏപ്രിൽ മാസം മുതൽ കേന്ദ്ര സർക്കാരിൻ്റെ സൗജന്യ റേഷൻ മുടങ്ങാതെ ലഭ്യമാകുന്നതിനും അനർഹരെ കണ്ടെത്തി റേഷൻ പട്ടിക പുതുക്കുന്നതിൻ്റെയും ഭാഗമായി ആരംഭിച്ച KYC റേഷൻ മസ്റ്ററിംഗ് പാതി വഴിയിൽ മുടങ്ങിപ്പോയ സാഹചര്യത്തിൽ സാങ്കേതിക തകരാറുകൾ എത്രയും വേഗം പരിഹരിക്കുവാൻ ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. റേഷൻ മസ്റ്ററിങ്ങിനായി കേന്ദ്രം അനുവദിച്ച സമയപരിധി കഴിയുവാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ റേഷൻ മസ്റ്ററിംഗ് സംസ്ഥാനത്ത് 11% പേർ മാത്രമാണ് പൂർത്തിയാക്കിയിരിക്കുന്നത്. മുൻഗണനാ റേഷൻ കാർഡുകളായ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡിലെ മുഴുവൻ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യേണ്ടതുണ്ട്. റേഷൻ മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെടുന്ന റേഷൻ കാർഡ് ഉടമകൾക്ക് ഏപ്രിൽ മാസം മുതലുള്ള കേന്ദ്രവിഹിതം മുടങ്ങുമോ എന്ന ആശങ്ക ഉയരുന്ന സാഹചര്യത്തിലാണ് ഭക്ഷ്യമന്ത്രിയുടെ ആശ്വാസ വാർത്ത ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഏപ്രിൽ മാസം മുതലും റേഷൻ വിതരണം സാധാരണഗതിയിൽ നടത്തുമെന്നാണ് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ കേന്ദ്രം ഇതുവരെ സമയപരിധി നീട്ടി നൽകിയിട്ടില്ല എന്നത് വെല്ലുവിളിയായി തുടരുകയാണ്. സാങ്കേതിക തകരാറുകൾ മൂലം ശനിയാഴ്ച നിർത്തിവെച്ച റേഷൻ മസ്റ്ററിംഗ് ഇനിയൊരു അറിയിപ്പ് വരുന്നതുവരെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുന്നതല്ല. മഞ്ഞ, പിങ്ക്, നീല, വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കുള്ള മാർച്ച് മാസത്തിലെ റേഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ സാധാരണ രീതിയിൽ തുടരും. സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായും പരിഹരിച്ചതായി NICയും IT മിഷനും അറിയിച്ചതിന് ശേഷം മാത്രമേ സംസ്ഥാനത്ത് ഇനി മുതൽ റേഷൻ മസ്റ്ററിംഗ് പുനരാരംഭിക്കുകയുള്ളൂ എന്നും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അറിയിച്ചു. റേഷൻ കടകളിലെത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ കഴിയാത്ത കിടപ്പ് രോഗികൾക്കും വയോധികർക്കും ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി നടത്തുന്ന മസ്റ്ററിംഗ് സാങ്കേതിക തകരാറുകൾ പരിഹരിച്ച ശേഷമേ ആരംഭിക്കുകയുള്ളൂ. റേഷൻ കാർഡിൽ ഉൾപ്പെട്ട കുടുംബാംഗങ്ങളിൽ വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ പഠിക്കുന്നതിനായി കേരളത്തിന് പുറത്തു പോയിട്ടുള്ളവർ എന്നിവർക്കുള്ള മസ്റ്ററിങ്ങിന് പ്രത്യേക സമയം അനുവദിക്കുമെന്നും സംസ്ഥാനം അറിയിച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും കൂടുതൽ സമയം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ഇതിൽ അന്തിമ തീരുമാനമുണ്ടാവുകയുള്ളൂ. പെസഹ, വ്യാഴം, ദുഃഖവെള്ളി എന്നീ ദിവസങ്ങളിൽ റേഷൻ കടകൾ അവധിയായിരിക്കുന്നതിനാൽ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങുവാനായി ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതിനാൽ എത്രയും വേഗം മാർച്ച് മാസത്തെ റേഷൻ വിഹിതം വാങ്ങുവാൻ ശ്രദ്ധിക്കുക.